നിങ്ങളോടുകൂടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ സമൂഹത്തേക്ക് ചെന്ന് തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ക്ഷമയോ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോനഹേസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹെൽബയുടെ പുത്രൻ യാക്കോബ്, തദേവുസ്, കാനാൻകാരനായ ശമയ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച സാക്ഷ്യമുള്ളതുകൊണ്ട് ഈ ആഴ്ച രണ്ട് വചനം പറയാമെന്ന് ആഗ്രഹിച്ചു. ഓർത്തുമില്ലേ ഈശോയെ ഈശോയെ? ഇപ്പൊ ഞാൻ പറയണോ നിങ്ങൾ പറയണം? അയ്യോ, ഇപ്പൊ കൊല്ലത്തേക്ക് അറിയില്ലാറോ പോവാ? പുരുഷ സ്ത്രീയില്ലാറോ? ഈശോയെ ഈശോക്ക് അറിയണം നിങ്ങളുടെ ശബ്ദം ആ രീതിക്ക് പറയണം. അപ്പൊ നിന്റെ കരച്ചിൽ കാണും, നിന്റെ കണ്ണീർ കാണും ഈശോ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകൾ മാറട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കടബാധകൾ മാറ്റി തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സൗഖ്യം ആരോഗ്യം നൽകുന്ന പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയാഭിലാഷം സാധിച്ചു പ്രാർത്ഥിക്കണം. പ്രത്യേകം ഇന്നത്തെ വായന നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അപ്പോസ്തല ശിഷ്യന്മാരെ വിളിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുൻപുള്ള വചനത്തെ മനസ്സിലാക്കിയാലേ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മർക്കോസ് സുവിശേഷം 7 മുതൽ 19 വരെ, നമ്മൾ ഇന്ന് വായിച്ചത് 13 മുതൽ 19 വരെ. യേശു ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമേയ എന്നിവിടെ നിന്നും ജോർദാന്റെ മറുകരയിൽ നിന്നും ടൈർ, സീദോൻ എന്നിവരുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി. ജനം കേൾക്കുമ്പോൾ എനിക്ക് പേടിക്കുന്ന യൂദ, ജെറുസലേം, ഇദുമേയ അറിയോ? എങ്ങനെ കാട്ടാക്കളെ കൊച്ചു വെട്ടിക്കാട് ക്രിസ്തുരാജ് ദേവാലയത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുവോ അതേപോലെ ഈശോ സെൻട്രാണ് തെക്ക് ദേശത്തിൽ നിന്നും വടക്ക് ദേശത്തിൽ നിന്നും കിഴക്ക് ദേശത്തിൽ നിന്നും പടിഞ്ഞാറ് ദേശത്തിൽ നിന്നും ആൾക്കാർ ഈശ്വരെ കാണാം. അതാണ് ഇത് യൂദ. ജിയോഗ്രഫിലി നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ യൂദ, ജെറുസലേം, ഇദുമേയ, അതുപോലെ ജോർദാൻ മറുകര, ടൈർ, സീദോൻ, ഇതെല്ലാം കിഴക്ക് മേற்கு, കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്ക്, മേற்கണം തമിഴ്, കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്ക്, ഇങ്ങനെ 4 ദേശം നിന്നും ഈശോയെ കാണാൻ തെക്ക് തിരഞ്ഞ് ഓടി കൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ആ തിരക്കിൽപ്പെട്ട് നെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരുടെ ഒരു വല്ലം ഒരുങ്ങുന്നതിന് അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകുന്നതിന് മൂലം രോഗം ഉണ്ടാതിരിക്കുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവനെ
ദൈവപുത്രനാണ് എന്നെ വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായി താക്കീത് നൽകി. എന്തുകൊണ്ട് എന്നെ വെളിപ്പെടുത്താനാണ് പറഞ്ഞത് ഈശോ? അതായത് ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഡൗട്ട്, പയ്യന്മാർ ഡൗട്ട് സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ പിന്നെ പറയാം കേട്ടോ, പിന്നെ മനസ്സിലാക്കാം കേട്ടോ. വേറെ ഒരു ഈക്വേഷൻ പറഞ്ഞു കൊടുത്ത ശേഷം അത് പറഞ്ഞ ശേഷം പിന്നെ അവർക്ക് ചോദ്യം, അവൻ ആദ്യമേ ചാടി ഒരു ചോദ്യം ചോദിക്കും. അടുത്ത സെക്കൻഡ് ഘട്ടം നീ മനസ്സിലാക്കി തരുമ്പോൾ അവന് മനസ്സിലാവും. പക്ഷെ അവൻ ആദ്യമേ ചോദ്യം ചോദിക്കും, എന്താണ് ഇത് ചോദിക്കും. അപ്പൊ ടീച്ചർ പറയും, ഇപ്പൊ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നേ. അപ്പോ നിനക്ക് പക്വത കിട്ടിയിട്ടില്ല. സമയം പാചകം ചെയ്യുമ്പോ പാകമായിട്ടില്ല. അത് പാകുണ്ടല്ലോ. പാകമായിട്ടില്ല പറയില്ല. അതുதான் ഇവിടെ പറയാൻ പക്വതയില്ല. പക്വത ഈ ക്യാരക്ടർ വൈസ് പാകമായിട്ടില്ല. അതുதான் ഇവിടെ. അത് നിന്നെ നമുക്ക് ആയിട്ടില്ല. വെയിറ്റ്. എന്റെ സമയം നാം പീഡാസനത്ത് മരിച്ച് ഉയർത്തെഴുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നീ അതിനുമുമ്പ് ചോദിക്കേണ്ട, വെയിറ്റ് അതിനേച്ച എന്ന് പറയുക. ഇതെല്ലാം പറഞ്ഞ ശേഷം தான் ഈശോ 12 ശിഷ്യന്മാരെ പൊക്കുന്നുണ്ട്. അപ്പൊ അക്കാലത്ത് യേശു ഒരു മണമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച് അവൻ അവന്റെ സമീപത്തേക്ക് ചെന്ന് തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും എന്തിനു വേണ്ടി ശിഷ്യന്മാരെ വിളിച്ചത്? 2 കൂടെ ഇരിക്കണം, പ്രസംഗിക്കണം. ഇതാ വേറെ ഒന്നും. അപ്പോ ആൾക്കാര് സ്കൂളിൽ പോവാം, കോളേജിൽ പോവാം, പഠിക്കാൻ പോവാം. ഈ അമ്മമാർക്കും അപ്പന്മാർക്കെല്ലാം ഇവിടെ വീട്ടിൽ വയ്ക്കുന്ന ആഗ്രഹം ഉണ്ടാവും. 2 ഒരേ സമയത്ത് പറ്റില്ല. ഒന്നോ പോയി അവൻ പഠിക്കണം, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം. അങ്ങനെ പറഞ്ഞ വീട്ടിൽ നിർത്തൂടെ? നിർത്തണം. പക്ഷെ നിർത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് വേറെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് വേറെ ടീച്ചറായി, വേറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ട് പിന്നെ ടീച്ചറായി. അപ്പോ വേറെ തിരിവുണ്ടാവും. പക്ഷെ ഇവിടെ പറയുമ്പോ അവന്റെ കൂടെ സമീപിച്ച് തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും കൂടിയേ ഇരിക്കണം, ദൂരെയും ചെല്ലണം. ഇതെങ്ങനെ പറ്റണം? ഇതാ സൈമൾട്ടേനിയസ്ലി എക്സ്ക്ലൂസീവ് പറയും. എക്സ്ക്ലൂസീവ് ഇംഗ്ലീഷ് പറ്റുന്ന പറഞ്ഞുതരാം. നമ്മ യഥാർത്ഥത്തിൽ ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് നമ്മള് വേറെ നിൽക്കും. മക്കൾ പഠിക്കാൻ പോകും, ഒരു 5 വർഷം പഠിക്കും, 3 വർഷം പഠിക്കും, 1 വർഷം ട്രെയിനിങ് പോകും, പിന്നെ കൂടുതൽ അപ്പോഴും ജോലിക്ക് വേറെ തിരിയും. ഇങ്ങനെ അത് സെപ്പറേറ്റ് ആവും. പക്ഷെ ഈശോ പറയുക, എന്റെ ശിഷ്യത്വം അങ്ങനല്ല. ഇന്ന് പ്രസംഗം എന്നതാണ് ശിഷ്യത്വം. നിങ്ങളും ശിഷ്യത്വം അവസാനം പറയാം എങ്ങനെ നിങ്ങൾ സൂട്ടാവും. അച്ഛന്മാർ കന്യാസ്ത്രീ എല്ലാവർക്കും ഇന്നത്തെ പ്രസംഗം സൂപ്പറാ പ്രസംഗം നന്നായിട്ടിരിക്കും. യൂട്യൂബിൽ കേൾക്കുന്ന ആളുകളെ കേട്ട് കുറച്ച് കൊല്ലട്ടെ, മനസ്സിലാവട്ടെ, മനസ്സ് മാറട്ടെ, നല്ല അച്ഛനായിട്ട് ജീവിക്കട്ടെ, നല്ല കന്യാസ്ത്രീ ജീവിക്കട്ടെ. അതാണ് തന്നോട് കൂടെ ഇരിക്കുകയും ആയിരിക്കണം, പ്രസംഗിക്കാൻ അയക്കുന്നതിനും വേണ്ടിയാണ് ശിഷ്യന്മാരെ എടുത്തത്. അപ്പോ 2 പ്രവർത്തനം എക്സ്ക്ലൂസീവ്, 2 സെപ്പറേറ്റ് ആകാൻ പറ്റുന്നില്ല. ശിഷ്യത്വം എന്ന് പറഞ്ഞാലേ ആകർഷിക്കുന്ന ഒരു പവർ ആകർഷണം ഒരു വല്ലാത്ത ഒരു പവർ അത് ഈശ്വരുണ്ട്. ആകർഷിക്കുന്ന ആകർഷണം ഉണ്ട്. ഇത് ശിഷ്യന്മാർക്ക് കൊടുത്ത് തന്നോട് കൂടി ഇരിക്കുകയും അത് പുറത്തു പോയി പ്രസംഗിക്കാം, ബഹിഷ്കരിക്കാം, പിശാചുകളെ ഓടിക്കാം, ഇതെല്ലാം ചെയ്യും. അപ്പൊ 2 കാര്യങ്ങൾ. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ. അത് ഒന്ന് കൂടെ ഇരിക്കണം. അപ്പോ കൂടെ ഇരിക്കണം, ഈശ്വരനെ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കൊണ്ടുதான் അച്ഛന്മാര് ഒരുപാട് ഈശ്വരന്റെ കൂടെ ഇല്ലാതെ കൊണ്ടുதான் ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നത്. അത് പറഞ്ഞ ഈശ്വരൻ വ്യക്തമായിട്ട് പറയുക, തന്നോട് കൂടി ഇരിക്കുകയും
സ്റ്റാർട്ട് അതാണ് പറഞ്ഞ സമയമാണ്. ഞങ്ങൾ പറഞ്ഞത് ധ്യാനത്തിലെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇവൻ സ്റ്റാർട്ടായി തീർക്കാം. അപ്പൊ കൂടുതൽ കെട്ടിയിരിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ശിഷ്യൻ ഈ ദൈവത്തോട് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, ഈശോയോട് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ശിഷ്യത്വവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ ശിഷ്യനെ കൊടുക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്, പപ്പ മമ്മി. അപ്പോ ഈ ശിഷ്യൻ ഇവിടെ നിൽക്കും മുൻപ് ഈ ശിഷ്യൻ നിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായി. അപ്പൊ നീ നല്ല ശിഷ്യത്തെയായിട്ട് മാറണം, ശിഷ്യനായിട്ട് മാറണം. പപ്പയും മമ്മിയും അത് നല്ല രീതിക്ക് ഉണ്ടായാലേ ഇങ്ങനെ ഒരു ശിഷ്യൻ അൽത്തറയിൽ നല്ല രീതിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ എത്രമാത്രം ശിഷ്യത്വമുള്ള നല്ല മനോഹരമുള്ള വ്യക്തിയായി നിങ്ങൾ ഓർക്കണം. അടുത്തത് അവർ അത് വിളിക്കുക. ഈ രണ്ട് കാര്യം ചെയ്യാൻ മാത്രം ലോകത്തിലെ ഏറ്റവും അടിപൊളി മിനിസ്ട്രി ഡെലിവറൻസ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനായി അവർ 12 പേരെ നിയോഗിച്ചു. അപ്പോസ്തലന്മാർ എന്ന് വെച്ചാല് അധികാരം നിറഞ്ഞ പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള ശക്തി കിട്ടിയ വ്യക്തിയാണ് അപ്പോസ്തലന്മാർ. അതാണ് അർത്ഥം. ഇതാണ് മാറ്റി പറഞ്ഞ തെറ്റെന്ന് ബൈബിൾ പറയുന്ന അർത്ഥം. അപ്പോസ്തലന്മാരുടെ ഒറ്റ പവരേ ഉള്ളൂ. ആ പവർ ഈ ഡെലിവറൻസ് പവർ എല്ലാ അച്ഛന്മാർക്കും ഉണ്ട്. അത് കയ്യിരിപ്പ് ശരിയില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നല്ല കയ്യിരിപ്പ് ഉണ്ടെങ്കിൽ എല്ലാ അച്ഛന്മാരും ഈ വെള്ളത്തെ മാത്രം ഈ ബാധ ഒഴിപ്പിക്കുന്ന അച്ഛനല്ല, എല്ലാത്തിനും ഉണ്ട്. കയ്യിരിപ്പ് ശരിയില്ല, അതുകൊണ്ട് പറ്റുന്നുണ്ട്. ഉപവാസം ഇരിക്കണോ, പ്രാർത്ഥിക്കണോ, ആരാധന നടത്തണോ, നന്നായിട്ട് പ്രാർത്ഥിക്കണോ, ഈശോയുടെ ചേർത്ത് നിൽക്കണോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബഹിഷ്കരിക്കുന്ന പവർ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പപ്പയും വീണ്ടും മുട്ടിപ്പായി കുത്തി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇവിടെ അൽത്താറിൽ നിൽക്കുന്ന ആ ശിഷ്യൻ, ആ പുരോഹിതൻ, ആ അച്ഛൻ, ആ പ്രീസ്റ്റ് നല്ല രീതിക്ക് ബഹിഷ്കരിക്കാൻ പറ്റുള്ളൂ. ആ ഡെലിവറൻസ് പവർ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടെ നിൽക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും. ഒരേ സമയം രണ്ട് ജോലി ചെയ്യുന്ന വ്യക്തി അപ്പോസ്തലന്മാരേ ഉള്ളൂ, ശിഷ്യനേ ഉള്ളൂ, വേറെ ആരുമില്ല. കാരണം ഇപ്പൊ നിങ്ങളുടെ മക്കളെല്ലാം പഠിക്കും, ദൂരെ നിൽക്കും, രണ്ടും സെയിം സമയം ചെയ്യാൻ പറ്റില്ല. നിന്റെ പേരും ജോലിക്ക് പോകണം, നീ ആശുപത്രി പോകണം, ഓഫീസ് പോകണം, സെക്രട്ടറി പോകണം, ഇലക്ട്രിസിറ്റി ഓഫീസ് പോകണം, പോലീസ് സ്റ്റേഷൻ പോകണം. ആ പോയാല് നീ സമ്മതിക്കാൻ പറ്റത്തില്ല. രണ്ട് തനിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഈശോയുടെ അപ്പോസ്തലന്മാർ മാത്രം രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്നതും ബഹിഷ്കരിക്കുന്നതും. അതിനകത്ത് എന്നോട് സൂപ്പറായിട്ടുണ്ട്. എങ്ങനെ 12 പേരെ പൊക്കി 12 പേരെ പോകുക. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ക്ഷമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോനഗസ് എന്ന് പേര് നൽകിയ സഹോദരന്മാരായ യാക്കോബും യോഹന്നാൻ, സഹോദരൻ യോഹന്നാൻ. ഇപ്പോ പത്രോസ് പറയാം, പേര് മാറ്റം ചെയ്താലേ അതിന്റെ അർത്ഥം ഒന്ന്, നിന്റെ ചുമതല മാറുന്നുണ്ട്, സ്വഭാവം മാറും. സ്വഭാവത്തിന്റെ മാറ്റത്തെ കുറിക്കാൻ പേര് മാറ്റും, പേരുകൾ മാറുന്നുണ്ട്. അപ്പോ സ്വഭാവത്തിന്റെ മാറ്റം ഈ പേര് കുറിക്കുന്നുണ്ട്. നിന്റെ ക്യാരക്ടറുടെ മാറ്റം ഈ പേര് കുറിക്കുന്നുണ്ട്. നിന്റെ ദൗത്യം, നിനക്ക് ഒരു ദൗത്യം ഉണ്ട്, ആ ദൗത്യത്തെ ഈ പേര് കുറിക്കുന്നുണ്ട്. ഇപ്പൊ പത്രോസ് ഒരു പേര് മാത്രം വിവരിച്ച് കാണിക്കാം. പത്രോസ് തന്നെ അവൻ പേര് നൽകിയ ക്ഷമയാണ്. സ്വഭാവം ഇതാണ്. നമ്മുടെ ആൾക്കാര് ഈ പേര് നൽകുമ്പോ ഒരുപാട് പേരുണ്ട്. മാങ്കാണ്ടി ആണ്ടാണ്ടി ഇങ്ങനെയെല്ലാം ഒരുപാട് പേര് വെച്ചുകൊണ്ടിരിക്കും. അതല്ല, ക്രിസ്ത്യൻ നിലയ്ക്ക് ഒരു പേര് വെച്ചാൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല രീതിക്ക് ഒരു പേര് വെക്കണം. കശുവണ്ടി കശുമാവ് അങ്ങനെ വെക്കേണ്ട പാടില്ല, മാങ്ങാണ്ടി പേര് വെക്കാൻ പാടില്ല. അവൻ നല്ല ക്രിസ്ത്യൻ ഇല്ല എന്ന അർത്ഥം ഉറപ്പായിട്ട്. കാരണം പേരിടാം. പേര് ബാപ്റ്റിസ്റ്റ് ഫ്രാൻസിസ് വെച്ചാ വിളിക്കുന്നത് കുഞ്ഞുമോൻ ഒരുപാട് പേര് വിളിക്കും. കുഞ്ഞുമോൻ, ശിശുമോൻ, കരിമോൻ, ആമോൻ, ഈമോൻ, എന്നാമോൻ, പോർമോൻ, വാമോൻ, പതാമോൻ, ഇരിക്കുമോൻ, ഇരിക്കാതെ മോൻ, എല്ലാം മോൾതാ. അങ്ങനെ പാടില്ല. ഇങ്ങനെ നാളെ എന്റെ മമ്മിയുടെ പേര് ചുട്ടിക്കൊണ്ടിരിക്കുക. നല്ല പേര് പ്രവാചകൻ, ജോയൽ ഒരു കുഞ്ഞ് പ്രവാചകൻ, നല്ല പേരാണ്, അത് ബാപ്റ്റിസ്റ്റ് പേരാണ്. വീട്ടിൽ വയ്ക്കുന്നത് ആ പേര് തന്നെ വിളിച്ചാൽ എന്ത് കുഴപ്പം, എന്ത് തെറ്റ്? ക്രിസ്ത്യൻ
നിലയ്ക്ക് നീ ആ പേര് തന്നെ വിളിക്കണം. പക്ഷേ പുറത്ത് ഒരു പേര്, വീട്ടില് ഒരു പേര്, നാട്ടില് ഒരു പേര്. എനിക്ക് എന്റെ മമ്മി പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. എന്റെ പേര് പണ്ടത്തെ എനിക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഈ പേർക്കും അജയിനും സിസ്റ്റർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. വീട്ടിലെ പേര് എന്റെ മൂത്ത ചേട്ടത്തി വെച്ച പേര് കളക്ടർ. എന്നിട്ട് കളക്ടർ. എന്റെ മമ്മി വെച്ച പേര് പള്ളിക്കൊടുത്താണ്. ஏன்னா எந்த குடும்பத்துல 8-10 பேர் ஆദ്യം പഠിച്ചവൻ நானே விளையுள்ள. അതുകൊണ്ട് അങ്ങനെ ஏன்னா சந்திர மக்கள் செய்கிற மக்கள் கட்சி நான் எப்பயுமே போனது டிரைவ் செய்து 8 மணி 9 மணி 10 மணி அந்த டைம் தான் போகும். யாருக்கும் அறியாத போய் கார் எடுத்துட்டு நைஸா வரணும். காலத்து உறங்குனது போல அட்டெண்ட் செய்து இவங்க காணிக்கிறது பொறுத்துக்கிட்ட எல்லாத்தையும் காலில் கேட்டு வச்சுக்கணும். அப்ப என் தந்தையும் പറയും பள்ளிக்கூடம் வந்துட்டு நல்ல சவுண்ட் இடலே அப்புறம் அவங்க எழுச்சி எல்லாருக்கும் வழக்கு கொடுக்கும். சவுண்ட் இடலே அதுவும் கேட்குங்க. என் அம்மா பண்ணது கேட்கும். கேட்டுட்டு அவரெல்லாம் காப்பி சட்னி கார சட்னி எல்லா சட்னியும் கொடுத்து அப்போ ஒரு ஆளாக நிற்கணும். செய்து எல்லாத்தையும் பாருங்க. பேர் நீங்க அந்த பேர் வைக்க பாருங்க. நல்ல பேர். இப்பதான் எனக்கு മനസ്സിലായി എന്റെ പേര് സൂപ്പർ. അന്ത്രയോസ് 12 അപ്പോസ്തലരിൽ ഒരുത്തൻ പ്രസംഗിക്കാനും ബഹിഷ്കരിക്കാനും ഉള്ള പേര്. അപ്പ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പൊ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ബാപ്റ്റിസ്റ്റിനാൽ നൽകപ്പെട്ട പേര് നിനക്കൊരു അർത്ഥമുണ്ട്, നിനക്കൊരു സ്വഭാവമുണ്ട്, നിനക്കൊരു വിലമുണ്ട്. ആ പേർക്ക് ഒരു വിലമുണ്ട്, മഹത്വമുണ്ട്. ക്രിസ്ത്യനിലേക്ക് ജ്ഞാനസ്ഥാനത്തിനാൽ ഈ ബാപ്റ്റിസ്റ്റിനാൽ കിട്ടിയ നിന്റെ പേർക്ക് ഒരു അർത്ഥമുണ്ട്. നെറ്റിൽ അടിക്കുക അമ്മ പേര് പദ്ധതി, പപ്പ പേര് പദ്ധതി, വൃത്തികെട്ട പേര്. നാഗിനി, ഗീഗിനി, ആ മോഹിനി. ഇപ്പൊ സുന്ദരൻ, മോഹിനി. അപ്പൊ സു നീ ഇങ്ങനെ അത് ഒരു വൃത്തികെട്ട പേരായിട്ട് വരും. പേര് നമുക്ക് നന്ദു, ലക്ഷ്മി, അത് നള. அது 2 பேர், அது 2 அக்ஷரம், இது 2 அக்ஷரம். நந்து எதியே, அது லட்சுமி எதியே, நாலாம் வட நாலவா எட்டு வெட்டிக்கிட்ட பேரு. இனி அங்க பேரு ஒருபாடு பேரு கேரளத்துல பப்பா பகுதி, மம்மி பகுதி. அந்த சென்டிமெண்ட் அது வீட்டுல இருக்கிட்ட, இந்த மனசுல இருக்கிட்ட, இந்த ஹிருதயத்துல இருக்கிட்ட ஆ சென்டிமெண்ட் பேர் அல்ல, பகரம் நன்னாடி பிரார்த்திச்சு ஒரு நல்ல பேர் வை, நல்ல பேர் வை. അത് ഇവിടെ ബാപ്റ്റിസ്റ്റ് കിട്ടിയ ഒരു കുഞ്ഞിക്ക് ഞാൻ പേര് വെച്ച് അൽഫോണിത, അൽഫോൺസ് അമ്മ പേര് വെച്ചു. അതുപോലെ പുതിയ പുതിയ പേര് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ പേര് വരും. അതും വിശുദ്ധന്മാർക്ക് കിട്ടിയ വിശുദ്ധിയോട് ചേർന്നുള്ള പേര് വരും. അങ്ങനെ പേര് വെക്കണം. അപ്പൊ പത്രോസിന് അപ്പോഴേ പേര് വെച്ചിട്ടുണ്ട്. അവനക്ക് ഒരു സ്വഭാവമുണ്ട്. നീ പാറ എന്ന പേര് നിനക്കുണ്ട്. ആ പത്രോസിനുള്ള ഒരു സ്വഭാവം പാറ. അത് സഭ ഈ ചർച്ച് അവന്റെ പേരിൽ ഉണ്ടാക്കിയത്. 2023 വർഷം കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, സഭയെ എതിർത്ത് ഒരുപാട് ആൾക്കാര് ഈ നിരീശ്വരവാദി, എത്തേയിസ്റ്റ്, ഞാനീ ഒരുപാട് ആൾക്കാര് സഭയെ എതിർത്ത് പല ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ കൊട്ടി നോക്കുക, ഇടിച്ച് നോക്കുക, തകർത്ത് നോക്കുക. ഒരു മണ്ണകട ഇന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയും ചെയ്യാൻ പറ്റില്ല. വീഴ്ച വരും, എണിക്കും. അപ്പോ ഈ പേര് ക്രിസ്തു കൊടുത്ത പേര്, യേശു കൊടുത്ത നെയ്മ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് നൽകിയ ബാപ്റ്റിസം വഴിയായിട്ട് നൽകിയ പേര്, ഓരോ പേർക്കും ഒരു അർത്ഥമുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ മനസ്സിലാക്കുക, ആ അർത്ഥത്തെ മനസ്സിലാക്കണം, മഹത്വത്തെ മനസ്സിലാക്കണം. അതുവഴി ഇനി നടക്ക് ഇനിയുമുള്ള പേര്, ഇനി നിങ്ങൾ വച്ച പേര് അങ്ങനെ ഇരിക്കട്ടെ. ഇനി വയ്ക്കാനുള്ള ആൾക്കാര് പ്രാർത്ഥിച്ച് ഒരുക്കിക്കോ, നല്ല പേര് വെച്ചിക്കോ. അത് അഭിഷേകമായിട്ട് വരട്ടെ, അനുഗ്രഹമായിട്ട് വരട്ടെ. ദൈവം എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. God bless you many people. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ.